നമുക്ക് നല്ല ചൂടുള്ള എഗ് പപ്സ് ഉണ്ടാക്കിയാലോ, അതും എയർ ഫ്രയറിൽ. പണ്ടൊക്കെ നമ്മൾ സ്കൂളിട്ട് വരുമ്പോൾ നല്ല അടിപൊളി ലൈമും മുട്ട പപ്സ് അല്ലേ കഴിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഈ എഗ് പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിഡ്സിൻ്റെ പഫ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ബോയിൽഡ് എഗ്ഗ് രണ്ടായിട്ട് കട്ട് ചെയ്തതും, പിന്നെ കുറച്ച് ഉള്ളി വഴറ്റിയതും, ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് അത് എഗ് വാഷിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഒരു എഗ് പപ്സിൻ്റെ ഷീറ്റ് എടുക്കുക, എന്നിട്ട് അതിൽ കുറച്ച് ഉള്ളി വഴറ്റിയത് വെക്കുക, പിന്നെ ഒരു ബോയിൽ ചെയ്ത മുട്ടയുടെ ഹാഫ് വെക്കുക, പിന്നെ അത് 4 സൈഡിൽ നിന്നും നല്ല ഭംഗിയിൽ മടക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഒരു ബ്രഷ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു എഗ് വാഷായിട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നേരെ നമ്മുടെ എയർ ഫ്രയറിൻ്റെ ഇതിൽ വെച്ച് കൊടുക്കുക. ഞാൻ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് താഴെ. ഇനി അത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ 180 ഡിഗ്രിയിൽ 40 മിനിറ്റാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് അത് ആയിട്ടില്ല എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടെ കൂട്ടിയിട്ട് ടൈം വെച്ച് കൊടുക്കാം. ആ സമയമായിട്ടുണ്ട്. ഇപ്പോൾ ഇത് തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. കുറച്ചും കൂടെ വേവാനുണ്ട്. അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്തിട്ട് കുറച്ചുകൂടെ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഞാൻ വീണ്ടും ഒരു 180 ഡിഗ്രിയിൽ 4 മിനിറ്റും കൂടെ ആക്കി കൊടുത്തു. ആ ടൈം ആയപ്പോഴേക്കും അത് കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ എഗ് പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. അപ്പോൾ ഓക്കെ, ബൈ.